ഈ കോഴിക്കും പൂച്ചയ്ക്കൊക്കെ ശബ്ദം കൊടുക്കാൻ അജുവിനെ വിളിക്കാറുണ്ടോ? ഞാൻ ആ സിനിമയിൽ അത്യാവശ്യം ക്ലൂ വേണോ ആ സിനിമയെ കുറിച്ച്? ക്ലൂ കൊടുക്കരുത് കൊടുക്കരുത്. കോയും കൊടുത്ത് ഊപ്പാട് വരും. അല്ല ഈ ഇതിന് ക്ലൂ വേണ്ട. അല്ല ക്ലൂ കൊടുത്താലേ അവർ കുറച്ച് എളുപ്പമാവും. എളുപ്പമാവണ്ടേ? എളുപ്പമാക്കണോ? വേണേ ചെറിയ ക്ലൂ കൊടുത്തു. ചോദ്യമുണ്ട്. കാര്യം പൂവൻ കോഴിക്കാണ് ഞാൻ ശബ്ദം കൊടുത്തെങ്കിലും ആ സിനിമ നിറയെ പട്ടികളാണ്. ശരി, അങ്ങനെയാണത്. അല്ല, ഇത് എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. അതായത് പട്ടിക്ക്, പൂച്ചയ്ക്ക്, കോഴിക്ക്, കോഴി, ഞങ്ങൾ തിരുവനന്തപുരത്ത് വരെ അങ്ങനെ പറയുന്നത്, കോഴികൾക്കൊക്കെ ശബ്ദം കൊടുക്കേണ്ടി വരും. ഉടനെ ഈ അജു വർഗീസിനെ തന്നെ തിരക്കണം കാര്യം എന്തോ? അത് ആ ചോദ്യത്തിന്റെ അതിനകത്ത് വേറെ മീനിങ് ഒന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല. അഥവാ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അജുവിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഞാനത് ഉദ്ദേശിച്ചില്ല. ഇല്ലില്ല, അത് നല്ലൊരു സിനിമയായിരുന്നു. പിള്ളേർക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ പട്ടിക്ക് കൊടുക്കണം എന്നായിരുന്നു ആഗ്രഹം. എന്തുകൊണ്ടോ വേറെ ആൾ അടിച്ചു മാറ്റി. അതെ അതെ. പിന്നെ ഈ കോഴി എന്ന് പറയുന്ന ടെർമിനോളജിക്ക് ഈ സിനിമയിൽ ഞാനൊരു അല്ലല്ല ക്ലൂ അല്ല, ഞാനൊരു ആത്മാർത്ഥ സുഹൃത്ത് എന്നുള്ളൊരു എന്താ പറയാ ഒരു ഇത് കൊടുത്തു. അതിൽ സ്ഥിരം പല്ലവിയിൽ നിന്ന് മാറ്റി. അത് എനിക്കും ഇഷ്ടപ്പെട്ടു. കോഴി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൂവാലൻ എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പസുകളുടെ ചുറ്റും നടക്കുന്ന ഒരു ഇതാണല്ലോ നമുക്ക് സ്ഥിരമായി കേരളത്തിൽ. മറ്റേ ആ പ്രേമം സിനിമയിൽ ഒരു ഗിരിരാജൻ കോഴിയില്ലേ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇതിൽ നിന്നൊന്ന് മാറ്റി ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്നുള്ള രീതിക്ക് ഈ സിനിമയിൽ ആ കോഴി ഉണ്ട്. അജു പൊതുവെ എങ്ങനെ? അജുവിനെ ഒരു കൊച്ചൊരു ഉഴപ്പ് കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഡബിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ട കലയാണോ അതോ ലൊക്കേഷൻ തന്നെ കാര്യം പറഞ്ഞു തീർത്ത് വീട്ടിൽ പോവാണോ? ഇല്ലല്ല, ഡബിംഗ് വളരെ ഇഷ്ടമാണ്. അജു, ഞാൻ ഡബിംഗ് ഇഷ്ടപ്പെടാനുള്ള കാരണം, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 10-15-20 പടങ്ങൾ ഞാൻ സൗണ്ട് എഞ്ചിനീയർ അവരെ എടുത്തു പറയണം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്ത, കരിയറിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. അതിലും ഏറ്റവും മെയിനാണ് സൗണ്ട് എഞ്ചിനീയേഴ്സ്. അത് ഈ ഒരു അവസരമായ വലിയൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. 10-20-25 പടം വരെ എനിക്ക് ഡബിങ് പേടിയായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഓക്കെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, തീർത്ത് പോകുക എന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഒരിക്കലും റിംഗ് മാസ്റ്റർ, ഇതേപോലെ പട്ടികളുടെ ഒരു സിനിമയാണ്, റിംഗ് മാസ്റ്റർ സിനിമയുടെ ഒരു ഡബിങ്ങിന് ഒരു കറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലോട്ട് രാത്രി പോകുമ്പം കൊച്ചി വഴി പാസ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ലാൽ മീഡിയയിൽ ഞാൻ ചെന്നു. രാത്രി 10-10:30 എന്തോ ആയി. ഞാൻ നോക്കുമ്പോൾ ദിലീപേട്ടനകത്ത് ഡബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ നായകൻ. അദ്ദേഹം ഡബ്ബിങ് കഴിഞ്ഞു. അദ്ദേഹമാണ് എനിക്കൊരു പീസ് ഡബ് ചെയ്യാൻ ഇട്ടേ. പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞിട്ടു, ഇത് അവനെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹം എന്തിനാ ഇങ്ങനെ വന്ന് രാത്രി വന്നിരിക്കുന്നേ? ഞാനപ്പോൾ അകത്ത് കയറിയിരുന്നു. പുള്ളി ഒന്ന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ നോക്കുമ്പോൾ ഒരു സീൻ ഇട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ വീണ്ടും വീണ്ടും അത് കണ്ട് എന്തെങ്കിലും ഒരു പുതിയ സാധനം ചിരിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം തിരക്കില്ലാത്ത ഒരാളല്ല, അതെ, ഇതിന്റെ ഫുൾ ഡബ് തീർത്ത ആളാണ്. ഇതിന്റെ ആവശ്യമില്ല. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, അതാ, ഇതിലെന്തോ കാര്യമില്ലെങ്കിൽ ഇത്രയും തിരക്കുള്ളൊരു മനുഷ്യൻ ഇതിൽ പണിയെടുക്കുമോ? ഇല്ലല്ലോ. അവിടുന്നായിരുന്നു ആക്ച്വലി എനിക്ക് ആ തോട്ട് വന്നത്, ഇതിൻ്റെ അകത്ത് എന്തോ മാജിക് ഉണ്ട്. അവിടെ തൊട്ടാണ് ഞാൻ കലയെ, തീർച്ചയായും അതൊരു കല തന്നെയാണെന്ന്, അതൊരു എഫേർട്ട് എടുക്കേണ്ട ഒരു പ്രോസസ്സാണ്. അന്ന് തൊട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ ഇന്ന് വരെ അഭിനയിക്കുന്നതിനേക്കാളും കൂടുതൽ നിന്നേക്കുന്നത് ഈ ലാൽ മീഡിയ, മെഗാ മീഡിയ, ഇപ്പോഴത്തെ സൗത്ത് സ്റ്റുഡിയോ, ബിസ്മയ, ചിത്രാഞ്ജലി, തൊട്ട് ട്രിവാൻഡ്രത്തെ കേസ്, അങ്ങനത്തെ 1-2 സ്റ്റുഡിയോസ് ഉണ്ട്. മദ്രാസിലെ 4 ഫ്രെയിംസ്, ഇവിടുത്തെ ഒക്കെ സൗണ്ട് എഞ്ചിനീയേഴ്സാണ്. അതെ.